നമുക്കറിയാം 30 ലക്ഷം രൂപയുടെ JCB 500 രൂപ പിഴയടച്ചാൽ തീരാവുന്ന കേസിൽ പിടിച്ചെടുത്ത ഒരു ഗതഭാഗ്യം. അദ്ദേഹത്തിന് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത്? ഇപ്പോഴും വനംവകുപ്പ് അദ്ദേഹത്തിന്റെ JCB ഏക ഉപജീവന മാർഗമായ JCB വിട്ടുകൊടുക്കാതെ ഇപ്പോഴും വനംവകുപ്പിന്റെ കസ്റ്റഡിയിലാണ്. എന്താണ് ഈ കേസിന് ആധാരം? ഈ കേസിൽ എന്താണ് നീതി, എന്താണ് നേരെ എന്നതാണ് പരിശോധിക്കുന്നത്. ഇതിലേക്ക് വീണ്ടും സ്വാഗതം. അജീഷ്, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് താങ്കളുടെ JCB പിടിച്ചെടുത്തിരുന്നു. താങ്കൾ വനഭൂമിയിൽ അതിക്രമിച്ച് കയറി JCB ഉപയോഗിച്ച് മരം വീഴുന്നു എന്നതാണ് കേസ്. എന്താണ് വാസ്തവം? എവിടെയാണ് താങ്കൾ പണിയെടുത്തത്? ഞാൻ ചേരച്ചോട് ഒരു പാവപ്പെട്ട ആളുകൊണ്ട് സംഭവം എന്ന് പറയുന്ന ആൾക്ക് വേണ്ടി കെട്ടണം വേണ്ടി പരിപാടിയാണ് വേണ്ടിയിട്ട് മണ്ണിന് വേണ്ടി വെച്ചിട്ടില്ല. എൻ്റെ ഒരു ചെറിയ അവർ പണ്ട് വെച്ചത് കശുമാവ് അതിൻ്റെ കൂട്ടത്തിൽ ഈ ചെറിയ ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാം പണി ചെയ്തു. ഞാൻ പണി ചെയ്തു. പണി ചെയ്ത ദിവസത്തെ പൈസ മേടിച്ച് ഞാൻ അവിടെ പോകുന്ന കഴിഞ്ഞ് ഒരു മാസത്തിന് ശേഷം 2020 6 മാസം സംഭവം നടക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ കല്ലും മണ്ണും അല്ലെ മരങ്ങളെല്ലാം പിഴുതിട്ടെന്നും പറഞ്ഞിട്ട് തൊട്ട് അയൽവക്കത്തുള്ളവരുടെ ഈ സാക്ഷിമൊഴികളുടെ പ്രകാരം അന്ന് ഒരു ഫോറസ്റ്റുകാരെ കേസെടുത്തിട്ടുണ്ടായിരുന്നു. ഈ പലവട്ടം ഇതിന്റെ ഇടയ്ക്ക്, അതായത് വണ്ടി പിടിക്കുന്നത്, വണ്ടി ഇവരെ അല്ല വണ്ടി അവർ പിടിക്കുന്നതല്ല, ഒരു കള്ളം പറഞ്ഞിട്ട് വണ്ടി കൊണ്ട് ഇട്ട് കൊടുക്കുന്നതാണ് എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട്. പക്ഷെ ഇത് 2021 ഡിസംബർ 28 ഞാൻ ഈ വണ്ടി കൊണ്ട് ഇട്ട് കൊടുക്കുന്നത്. കൊടുക്കുന്ന പറഞ്ഞാൽ ഇതിന് മുന്നേ തന്നെ ഒരു കാര്യം വ്യക്തതയോടുകൂടി പറയുക. അതായത് എന്നാണ് നിങ്ങൾ അവിടെ ജോലി ചെയ്തത്? ഈ സംഭവം നടക്കുന്നത് 2020 ഒരു ജൂൺ ജൂലൈ മാസം അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ വണ്ടി അതായത് ഇവരിങ്ങനെ ഞാൻ മരം പിഴുതിട്ടായിരുന്നു. അതിനെ ആ പറമ്പിൽ കേസ് എടുത്തിട്ടുണ്ട് എന്നല്ല ഞാൻ അറിയുന്നത് എന്റെ വണ്ടി പിടിക്കുന്ന സമയത്താണ്. വണ്ടി പിടിക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ വണ്ടി കൊണ്ടിട്ട് കൊടുക്കുന്നതിന് ഒരു 1-2 മണിക്കൂർ മുന്നെയാണ് ഇതിന് കേസ് എടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് തന്നെ ഞാൻ പല സാഹിത്യങ്ങളിലും ഞാൻ പലർക്ക് വേണ്ടി പെരപണിയുന്നതിനെ തല വലിക്കുമ്പോഴും ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള ഉദ്യോഗസ്ഥൻ, അതായത് എന്റെ വണ്ടി പിടിച്ചെടുത്ത് JG സന്തോഷ് എന്ന് പറയുന്ന ആള്, അത് പുള്ളി പറഞ്ഞു കേട്ടിട്ട് ഞാൻ കൊണ്ടിട്ട് കൊടുക്കുന്നത്. അന്ന് വന്ന് പറഞ്ഞ ഈ സാറ് ഒരു 2-3 വട്ടം പല സൊസൈറ്റി വെച്ച് വന്ന് കണ്ടപ്പോൾ തന്നോട് പറഞ്ഞ അജീഷ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ പണിയുമ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. ഇതിന്റെ അകത്ത് ഈ കേസിൽ അന്ന് ഈ വണ്ടി പെട്ടിട്ടുണ്ടോ, അല്ലെ ഞാനുള്ള മരം പിഴുതിട്ടുണ്ടോ, അല്ലെ തറ വലിച്ചിട്ടുണ്ടോ, കല്ലിളക്കിയിട്ടുണ്ടോ, മണ്ണിളക്കിയിട്ടുണ്ടോ കേസ് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ പണി ചെയ്തിട്ടുണ്ട്. ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ ഒരു കേസ് അവിടെ അതേ തൊട്ട അയൽവക്കത്തുകാരുടെ സാക്ഷിമൊഴിയിൽ അവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നതുള്ള കേസ് എനിക്ക് അറിയത്തില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2021 ഡിസംബർ 28 ഒരു 3 മണിയാകുമ്പോൾ മുള്ളിരിങ്ങാട് റേഞ്ചില് മുള്ളിരിങ്ങാട് ബീറ്റില് ഞാൻ ഒരു ആദിവാസിക്ക് വേണ്ടി, ഒരു ST പെട്ട ആൾക്ക് വേണ്ടി ഒരു പെര അനുവദിച്ചതിൻ്റെ അതിൻ്റെ പഴയ പെരത്തറ പൊളിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വിളിക്കുമല്ലോ, അജീഷ നീ ആ പറമ്പില് നീ ഇപ്പൊ പണിയുന്നോടത്ത് മതിയായ ഒരു ആഞ്ഞിമരം മറിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ സാറേ ഞാനിപ്പോ പണികൊണ്ടിരിക്കുന്നോടത്ത് ഒരു പുല്ല് പോലും പറിച്ച് മാറ്റിയായിട്ട് എനിക്കറിയത്തില്ല. ഇനി സാറിന് സംശയം ഉണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളാൻ പറഞ്ഞു. ഞാനിത് പറഞ്ഞു. പുള്ളി ഈ സ്ഥലം വന്ന് ഞാൻ അന്നേരം പണികൊണ്ടിരിക്കുന്നത് ആ സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പോ എന്റെ വണ്ടിയായി കയറി വന്നു. വന്നവിടെ വണ്ടി നിർത്തി വണ്ടിയായി കയറി വന്നു. എന്താ സാറേ ചോദിച്ചു. ആ ടീച്ചർ നീ ഇവിടെ മരമൊന്നും മറിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ അതിനൊന്നും അല്ല വന്നേ. എടാ അന്ന് നീ ആ വരിക്കോത്തില് 2020 ആ പണതയുടെ അവിടെ ഒരു അവിടെ സാക്ഷിമൊഴികളുണ്ട്, പിന്നെ സർക്കാരിന്റെ ഉണ്ട്. അവിടെ സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ ഞാൻ കേസ് എടുത്തിട്ടുണ്ട്. ഈ 1.5 വർഷമായിട്ടും ആ കേസ് തീർപ്പാണ്. അത് പുതിയൊരു കൺസർവേറ്റർ ഓഫീസർ എത്തിയിട്ടുണ്ട്. ആള് വന്നു കഴിഞ്ഞപ്പോൾ എന്റെ പേര് പുള്ളിയുടെ തൊപ്പി പോകും. ഈ കേസ് തീർപ്പാക്കണേ നിന്റെ വണ്ടിയിൽ വേണം.
വണ്ടിയും കൂടി വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാറേ വണ്ടി ഞാൻ വിട്ട് തരത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ എന്താ അടിസ്ഥാനത്തില്ല ഞാൻ വണ്ടി വിട്ടു തരുന്നത്. എന്നാൽ പിന്നെ ഞാനിവിടെ പണിയുണ്ടായിരുന്ന സാറ് ഈ 2020 രജിസ്റ്റർ ചെയ്താണെങ്കിൽ അന്ന് സാറിന് വണ്ടി പിടിക്കത്തില്ലായിരുന്നു. അല്ല ഒരു 3-4 വട്ടം സാറ് കൺട്രോളാണല്ലോ, ഇന്ന് തന്നെ സാർ ഇപ്പൊ ഈ വണ്ടി കൊണ്ടുപോകണം സാറിന് ഇത്ര വാശിന്ന് ചോദിച്ചു. അന്നേരമാണ് ഈ സാർ പറയുന്നത് പുതിയ കൺസർവേറ്റർ വന്നിട്ടുണ്ട്, അവര് പുള്ളി പറഞ്ഞ കേസ് പാകണമെന്ന് പറഞ്ഞു, ഈ എന്റെ തൊപ്പി പോകും എല്ലാം പറഞ്ഞു. അപ്പൊ ഞാനും സാറേ ഈ 10ാം ക്ലാസ് വരെ എനിക്കും വിദ്യാഭ്യാസം ഉള്ളെങ്കിൽ പോലും ഞാനൊരു 5-6 PSC എഴുതിയിട്ടുള്ളതാണ്. ഈ PSC എഴുതി ഒരു ജോലി കിട്ടാമെന്ന് അപ്പൊ പോകാൻ ബുദ്ധിമുട്ടാണെന്ന് ഓർത്ത് ഞാനും ഈ വണ്ടി വിട്ടു കൊടുക്കാൻ തയ്യാറായെന്നുള്ളതാണ്. ഇതുമല്ല ഇതിന്റെ ഇടയ്ക്കാണ് പറഞ്ഞു അജീഷ് നീ എനിക്ക് വണ്ടി വിട്ടു തരുവാണെങ്കിൽ 15 ദിവസം, ഏറ്റവും കൂടിയ 10 അല്ലെ 15 ദിവസത്തിനുള്ളിൽ നിനക്ക് എങ്ങനെയാണോ നിനക്ക് വണ്ടി ഇറക്കാനുള്ളതോ ആ എളുപ്പത്തിൽ ഞാൻ നിനക്ക് വണ്ടി വിട്ടു തരാനുള്ള പരിപാടികൾ ഉണ്ടാക്കി തന്നേക്കാന്ന് പറഞ്ഞു. ഇനി ഇല്ല, നീ വണ്ടി വിട്ടു തരുന്നില്ലെങ്കിൽ നീ കഞ്ഞിക്കുഴി പഴയരിക്കണ്ടം, അതായത് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പഴയരിക്കണ്ടം കഞ്ഞിക്കുഴി മേഖല നിന്നെ മറ്റാരും വണ്ടി കൊണ്ടുപോട്ടെ, നിന്നെ ഒരു വിധത്തിൽ ഞാൻ വണ്ടി പണിയിപ്പിക്കത്തില്ല. അപ്പൊ ഞാൻ സാറേ പിന്നെ എന്റെ പെണ്ണിനെയും പിള്ളേരെ പോറ്റാൻ വേണ്ടി ഈ CC വെച്ചുകൊണ്ട് ഞാൻ ഈ വണ്ടി എടുത്തത്. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ ഉള്ളിൽ പിന്നെ നാളെ മുതൽ ഇപ്പൊ ഞാൻ പഴയരിക്കേണ്ട ഭാഗത്തല്ല എല്ലായിടത്തും ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പൊ അങ്ങനെ ഒരു വർക്ക് പോകണ്ടല്ലോ എന്നെല്ലാം വിചാരിച്ച് ഞാൻ ഈ വണ്ടി കൊണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് സ്റ്റേറ്റ്മെന്റ് എടുത്തത്. എല്ലാ അത് സ്റ്റേറ്റ്മെന്റ് എടുക്കുന്ന പറഞ്ഞാൽ ഈ സന്തോഷ് സാറ് എന്ന് പറയുന്ന ആള് പറയുന്ന കാര്യമല്ലാണ്ട് ഒരു വള്ളിയും പുള്ളിയും തെറ്റിപ്പോയി കഴിഞ്ഞാൽ എന്റെ പുറത്തോട്ട് അടിക്കാനായിട്ട് 3-4 സ്റ്റാഫുകൾ പടിയും ഈ കുറക്കൽ പോണക്കുള്ള സംഭവം ഇറ്റത്തു എന്ന ഈ ഇല്ലിയുടെ കമ്പും കൊണ്ട് നിൽക്കുക. അതിന്റെ ഇടയ്ക്ക് തെളിയെന്ന് പറഞ്ഞാൽ അത് സാറേ ഞാൻ അങ്ങനെ അല്ലല്ലോ ചെയ്തേക്കുന്നത് എന്നും, നീ അങ്ങനെയല്ല എന്താ ഈ പച്ചമലയാളത്തിൽ പറയുന്ന തെറികളെ താഴെ പായ പൂവെല്ലാം കൂട്ടിയുണ്ടല്ലോ, ഇതെല്ലാം കൂട്ടി തെറി നീ ഞാൻ പറയുന്ന എഴുതിയാൽ മതി, ഇല്ലെങ്കിൽ തന്നെ ഇങ്ങനെ പുറം വഴി തല്ലുമെന്ന് പറഞ്ഞ സ്റ്റാഫുകളെ നിർത്തിയത് പുള്ളി എല്ലാ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എഴുതി ഇപ്പൊ അല്ല എല്ലാ എന്നെ കൊണ്ട് ഒപ്പിടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ സാറേ ഇതിന്റെ അകത്ത് പല കാര്യങ്ങളിലും ഞാൻ ചെയ്യാത്ത കാര്യങ്ങളിലാണ് ഞാൻ ഒപ്പിടേണ്ട കാര്യം. ഞാൻ 1-2 പ്രാവശ്യം കയ്യിൽ അറച്ചു ഇടാന്നും പറഞ്ഞിട്ട് എന്റെ പുറകേക്കളെ വന്ന് കൈമുട്ട് ഇങ്ങനെ ഊണി നിൽക്കുവോ, എനിക്ക് ഒപ്പിടാതിരിക്കാൻ പറ്റുന്ന പറയാം. ഞാൻ അതിന്റെ ഇടയ്ക്ക് അവിടെ നിന്ന് ഇടിയും മേടിച്ചോണ്ട് ഞാൻ ഇറങ്ങി എന്റെ വീട്ടിൽ വന്ന് വല്ല ഉപകാരമുണ്ടോ, ഞാൻ പേടിച്ച് ഒപ്പിട്ട് കൊടുക്കും. ഒപ്പിട്ടെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് 15 ദിവസത്തിനുള്ളിൽ എനിക്ക് വണ്ടി വിട്ട് തന്നേക്കാന്ന് പറഞ്ഞാൽ ആ രാത്രി 1:30 മണിയായപ്പോ എന്റെ ഒരു 2 കൂട്ടുകാര് പഴയകിടന്ന് എത്തിയായിരുന്നു. അവരുടെ മുന്നിൽ വെച്ച് തന്നെ ജാമ്യത്തില് ഒരു വെള്ളപ്പേപ്പറിലെ 2 പേരെ കണ്ട് ഒപ്പിടിപ്പിച്ച് തന്നെ ജാമ്യത്തിൽ വിട്ട് കഴിയുമ്പോ ഈ GG സന്തോഷ് എന്ന് പറയുന്ന അദ്ദേഹം പറയാണ് അജീഷ ഒരു പടുത മേടിച്ച് അതിന്റെ മുകളിലേക്ക് ഇട്ടാക്കാൻ പോകും. ഞമ്മള് താരം 12 ദിവസത്തിനുള്ളിൽ വണ്ടി കിട്ടൂല്ലോ, ഒരു 12 ദിവസം ഇച്ചിരി മഴയും വെയിലും കൊണ്ടാലും വണ്ടിക്ക് വരച്ചൊന്നുമില്ല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ചില്ല കടച്ചിട്ടുള്ളത് ഞാനിത് പോന്നു. പക്ഷെ അത് കഴിഞ്ഞ് 2ാമത്തെ ദിവസം ഞാൻ അഡ്വക്കറ്റിനെ കാണാനായിട്ട് പൈനാവ് ഈ കേസ് എനിക്ക് കോടതിയിൽ നിന്ന് വണ്ടി ഇറങ്ങണമല്ലോ. ഈ 2ാമത്തെ ദിവസം അതിന്റെ എന്റെ വണ്ടി കൊണ്ട് ഇട്ടിട്ട് അതിന്റെ പിറ്റേ ദിവസം തന്നെ ഇദ്ദേഹം ഈ GG സന്തോഷ് എന്ന് പറയുന്ന ആള് ഈ വണ്ടി സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്ന അത് 61A സംഭവിക്കും. അതിന്റെ മുകളിൽ ഈ പുള്ളി ഇട്ടേക്കുന്ന ഒഫൻസിന്റെ മുകളിൽ DFO എന്ന് പറയുന്ന അന്നത്തെ രാജു ഫ്രാൻസിസ് എന്ന് പറയുന്ന സാറ് ഈ ഡെപ്യൂട്ടി റേഞ്ചർ ഇട്ട, അതായത് 500 രൂപയ്ക്ക് വേണ്ടി 500 രൂപ സർക്കാരിലേക്ക് ഞാൻ നഷ്ടം ഉണ്ടാക്കിയതിന് ഈ 30 ലക്ഷം രൂപയുടെ വണ്ടി ഈ ഡെപ്യൂട്ടി റേഞ്ചർ സന്തോഷ് GG എന്ന് പറയുന്ന ആള് 500 രൂപയ്ക്ക് വേണ്ടി ഈ വണ്ടി കണ്ടു കെട്ടിയേക്കുന്ന ഒഫൻസ് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് DFO അത് ഒപ്പിട്ടു. അപ്പോൾ ഒപ്പിട്ടെല്ലാം വെച്ചു. ഞാൻ ഹൈക്കോടതി അഡ്വക്കറ്റിനെ പോയി കണ്ടു. ആളിന്റെ പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ആൾക്ക് ഞാൻ 10-15,000 രൂപയ്ക്ക് അടുത്ത് അഡ്വാൻസും കൊടുത്തു, വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്തു. അത് ഞാൻ എറണാകുളത്ത് നിന്ന് വന്ന വഴിക്ക് എന്നെ ചമ്പൻകുഴി റേഞ്ചില് ചമ്പൻകുഴി സ്റ്റേഷനിൽ എന്റെ സ്റ്റാഫ് വിളിക്കുക, അജീഷൻ നാളെ രാവിലെ DFOനെ ചെന്ന് കാണണമെന്ന് പറഞ്ഞു. എന്നാ സാറിന് ചോദിച്ചു. അല്ല അതെനിക്കറിയത്തില്ല, അജീഷൻ നിങ്ങളൊന്ന് നാളെ പോയി കാണണമെന്ന് പറഞ്ഞു. ഞാൻ പിറ്റേ രാവിലെ 10-15 ചെന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അജീഷ ഈ കേസ് സംബന്ധിച്ച കാര്യങ്ങളുമായിട്ട് വണ്ടിയുടെ കേസുകൾ വണ്ടി വിട്ട് കിട്ടാനായിട്ട് അജീഷ കോടതി പോകേണ്ട കാര്യമില്ല, ഇതിന്റെ വാലുവേഷൻ പേപ്പർ വന്നു കഴിയുമ്പോൾ കുറഞ്ഞൊരു തുകയ്ക്ക് ഞാൻ വണ്ടി വിട്ട് തന്നേക്കാൻ പോകും.
അപ്പൊ ഞാൻ ഓർത്തു ഇതിപ്പോ ഒരു വണ്ടി വിട്ട് കിട്ടുന്ന അവസാനം കോടതിയിൽ പോകുമ്പോൾ 2 പട്ടയ ജാമ്യക്കാർ വേണം. ഈ പട്ടയ ജാമ്യക്കാരെ കിട്ടുന്ന പറഞ്ഞാൽ നമ്മളൊരു അത്യാവശ്യത്തിനനുസരിച്ച് ഒരു പട്ടയ ജാമ്യക്കാരനെ വിളിക്കണമെന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒരു 14,000 രൂപ പൈസ വരും ഒരാള് തന്നെ. അപ്പൊ ഞാൻ നോക്കിയപ്പോ കോടതിയിൽ പോകുന്നേക്കാര് പൈസ കുറവില്ല, ഇദ്ദേഹം ഒരു കുറഞ്ഞ പൈസയിൽ വണ്ടി വിട്ടു തന്നേക്കാന്ന് പറഞ്ഞപ്പോ ആ വാക്കിനെ ഞാൻ വിശ്വസിച്ചു. അപ്പൊ ഈ വിശ്വസിച്ച് പോയിട്ട് ഞാൻ വീട്ടിൽ വന്ന് എന്റെ വൈഫുമായിട്ട് ആലോചിച്ച് കഴിഞ്ഞിട്ട് ഈ പൈസ ഉണ്ടാകുന്നതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പെണ്ണും പറഞ്ഞു, എന്നാ നമുക്ക് ഇങ്ങനെ അച്ചീസ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ശരി എന്നാ പുള്ളി വിട്ടു തരാൻ പറഞ്ഞേക്കുന്നത്, നമ്മൾ ഇത്രയും ദിവസം പല ആളുകളെയും കൂട്ടിക്കൊണ്ട് പിന്നെ കോടതി പോകേണ്ട കാര്യമില്ലല്ലോ, ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പക്കാലത്ത് ഒപ്പിട്ട് കൊടുത്ത അഡ്വക്കറ്റിനെ ഞാൻ പിറ്റേ രാവിലെ വിളിച്ചു. ഇത് സാറേ ഈ കേസ് ഇപ്പം മൂവ് ചെയ്യേണ്ട കാര്യമില്ല, ഈ DFO സാർ എന്നോട് പറഞ്ഞേക്കുന്ന വണ്ടി എനിക്ക് കുറഞ്ഞ തുകയ്ക്ക് വിട്ടു തന്നേക്കെന്ന് പറഞ്ഞു. പുള്ളി ഈ കോള് കട്ടി വെച്ചു. അമ്മ ഈ എന്റെ കയ്യിൽ നിന്ന് 15 രൂപ കേസ് മൂവ് ചെയ്തില്ലെങ്കിൽ പോലും അഡ്വാൻസ് മേടിച്ച ഒരു ഹൈക്കോടതി അഡ്വക്കറ്റ് എന്നോട് ഈ വണ്ടി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് DFO വിട്ടു തരുന്നതെന്നുള്ള കാര്യം ഈ അഡ്വക്കറ്റിനോട് ചോദിച്ചില്ല. ഞാൻ പറയാനായിട്ട് അത് പുള്ളിയോട് ചോദിച്ചുമില്ല, ഇല്ല ഞാൻ ചാടിക്കറിയോട് പറഞ്ഞുമില്ല. ഞാൻ സംഭവം വിട്ടു. അപ്പൊ 21 ഡിസംബർ 28 വണ്ടി പിടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞതിന് ശേഷം വണ്ടി ഇങ്ങനെ എന്നാ ഈ വാലുവേഷൻ പേപ്പർ വന്നു കഴിയുമ്പോൾ വണ്ടി വിട്ടു തന്നേക്കാണ് പറഞ്ഞുകൊണ്ട് എനിക്ക് പിന്നെ സാറേ ഞാൻ നിയമങ്ങളെ കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ലായിരുന്നു, അതാണ് എനിക്ക് പറ്റിപ്പോയത്. അത് കഴിഞ്ഞ് ഞാനൊരു 2 മാസമായപ്പോൾ ഞാൻ എങ്ങനെ നമ്മൾ അറിഞ്ഞു ഈ വാലുവേഷൻ പേപ്പർ DFO ഓഫീസിൽ വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്നെ വെളുപ്പിക്കാത്തതെന്ന് ചോദിച്ച് ഞാൻ നമ്മുടെ ഈ പഴയക്കണ്ടത്തെ CPM-ന്റെ ലോക്കൽ സെക്രട്ടറിനെ കൊണ്ട് DFO ഓഫീസിലേക്ക് വിളിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ സംഭവം ഇങ്ങനെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് ഇനി പുള്ളി ചോദിച്ചുകൊണ്ടാണോ ഒരു ലോക്കൽ സെക്രട്ടറി പറഞ്ഞുകൊണ്ടാണോ ഇനി ഇവര് സത്യം പറയുന്നതെന്ന് ഓർത്തു ഞാൻ എന്റെ പിറ്റേന്ന് തന്നെ ലോക്കൽ സെക്രട്ടറി എന്ന് പറയുന്ന ആളിനെ കൂട്ടിയിട്ട് നമ്മുടെ സിബി സാറിനെ കാണാൻ പോയി. സിബി സാറിനെ കാണാൻ പോയപ്പോ സാർ പറഞ്ഞു, അജീഷ ഈ ഫോറസ്റ്റ് കേസുമായിട്ട് ഈ വണ്ടി സംബന്ധിച്ച കേസുമായിട്ട് എനിക്ക് ബന്ധപ്പെടാൻ പറ്റില്ല. അപ്പൊ ലോക്കൽ സെക്രട്ടറി എന്ന് പറയുന്ന ആൾ ചോദിച്ചു അതെന്താ സിബി സാറെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഒരാഴ്ച മുന്നേ ഫോറസ്റ്റുകാർക്കെതിരെ ഒരു പൊതുവേദിയിൽ അവരെ ഞാൻ തെറി പറഞ്ഞു, അതുകൊണ്ട് ഇപ്പൊ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അവര് എന്റെ വാക്കുകൾ വില കിട്ടില്ല, നിങ്ങൾ രാജാ സാറിനെ പോയി കാണാൻ പറഞ്ഞു. ഇത് അന്നത്തെ ദേവിള സാറിന്. പുള്ളി അവിടെ ചെന്ന് കണ്ടു, എന്റെ കേസും അതിന്റെ ചാർജ് ഷീറ്റ് കണ്ടു, കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ രാജാ സാറും പറഞ്ഞു, അജീഷ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും അവരുമായിട്ട് എന്തെങ്കിലും വൈരാഗ്യം വല്ലതും ഉണ്ടാക്കുന്നു. ഞമ്മളെ സാറേ എന്റെ അറിവിലൊന്നുമില്ല, ഇവർക്ക് എന്തെങ്കിലും കാണത്തിന് പുറത്ത് എന്നോട് എന്തെങ്കിലും ഈ കട്ടക്കിരിപ്പോ ദേഷ്യമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കേസ് എനിക്ക് അറിയില്ല, ഇന്ന് വരെ എന്റെ അറിവില്ല എന്ന് പറഞ്ഞു. അപ്പൊ സാറ് നോക്കിട്ട് പറഞ്ഞു, അജീഷ ഇതൊന്നും ഒരു 500 രൂപയ്ക്ക് വേണ്ടി വണ്ടി കണ്ടു കെട്ടിയിട്ടുണ്ടോ അല്ല ഇതിന്റെ അകത്ത് പ്രൊഫസറായിട്ടൊന്നും ഇല്ലല്ലോ. ഷെന്നാജീഷ വന്നതിന് ചോദിച്ചു, സാറേ ഇങ്ങനെയാണ് ഈ വാലുവേഷൻ പേപ്പർ വന്നു കഴിയുമ്പോൾ വണ്ടി വിട്ടു എന്നൊക്കെ പറയാം സാറേ, ഇതിന്റെ ഇടയ്ക്ക് വാലുവേഷൻ പേപ്പർ ഈ DFO ഓഫീസിൽ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ അത് വന്നിട്ടുണ്ടെങ്കിലോ സാറിന് വിളിച്ചു ചോദിക്കാമെന്ന് ചോദിച്ചു. ഞങ്ങളുടെ മുന്നേ ഇരുന്ന് തന്നെ DFO സാറ് അല്ല മറ്റേ നമ്മുടെ MLA സാറ് DFO സാറിനെ വിളിച്ചു കഴിഞ്ഞപ്പോ സാറ് പറഞ്ഞു, സാറ് ഇന്ന് വരെ എത്തിയിട്ടില്ല. രാജാ സാറിനോടും പറഞ്ഞു പുള്ളി ഇതേപോലെ സാറ് ഒരു കുറഞ്ഞ തുകയ്ക്ക് ഞാൻ വണ്ടി വിട്ടുകൊടുത്തേക്കാം സാറേ, ഞാൻ എൻ്റെ അത് വിളിക്കേണ്ട കാര്യമില്ല, അതിപ്പോ വാലുവേഷൻ പേപ്പർ വന്നു കഴിയുമ്പോൾ കുറഞ്ഞ തുകയ്ക്ക് വണ്ടി വിട്ടു എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് എനിക്കൊരു ഏപ്രിൽ മാസത്തില് ഒരു 10-ാം തീയതി അല്ല ഏപ്രിൽ മാസം 2022 ഏപ്രിൽ 10-ാം തീയതിയോട് കൂടി എനിക്ക് കത്ത് വരും ഈ ഹൗസിന്. 2022 ഏപ്രിൽ 18-ാം തീയതി ഹിയറിംഗിന് വേണ്ടി ഹാജരാകണമെന്ന് പറയുന്നത്. എന്റെ പെണ്ണിന്റെ കഴുത്തേ കിടന്ന താലിമാല വരെ പണയം വെച്ചുകൊണ്ട് ഞാൻ 1.5 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലാക്കി ചെക്ക് ലീവ് പോയിട്ടാണ് ഞാൻ അങ്ങോട്ട് ഇരിക്കുന്നത്. ഏതാ വണ്ടി എനിക്കൊരു കുറഞ്ഞ വഴി വിട്ടു തരുമല്ലോ, ഇപ്പൊ പൈസ ആണല്ലോ എല്ലാ അക്കൗണ്ടിൽ ചെക്ക് കൊടുത്താൽ മതിയല്ലോ എന്ന് പറഞ്ഞാൽ ചെല്ലുക. എന്നോട് 11:45 ചെല്ലാൻ പറഞ്ഞു. അദ്ദേഹം വന്നപ്പം 12:15 ചെന്നു. അതൊരു കോടതി അന്തരീക്ഷമാണല്ലോ ഹിയറിംഗിന് വിളിപ്പിക്കാന്ന് പറയുന്നത്. ഞങ്ങൾ ചെന്നിരുന്നു, ഞാൻ ഉണ്ടായിരുന്നു, വൈഫ് ഉണ്ടായിരുന്നു, എന്റെ പിള്ളേരുണ്ടായിരുന്നു. ഇരുന്ന് കഴിഞ്ഞപ്പോൾ സാർ അന്നേരം ചോദിച്ചു, അജീഷ ഇത്രയും നാളായിട്ട് നിങ്ങൾ കോടതിയിൽ ഒരു CMV ഫയൽ ചെയ്ത് വണ്ടി എടുത്തില്ലെന്ന് ചോദിച്ചു. ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ ഈ വണ്ടിയുടെ കേസുമായിട്ട് അജീഷ കോടതി പോകാതിരുന്നാല്
ഈ വാലുവേഷൻ പേപ്പർ വന്നു കഴിയുമ്പോൾ വണ്ടി വിട്ട് തന്നേക്കുന്നത് പറഞ്ഞതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, എനിക്ക് തെളിവില്ലല്ലോ. അത് കഴിഞ്ഞിട്ടാണ് ഹൈക്കോടതിയിൽ പോകുന്നത്. ഹൈക്കോടതിയിൽ പോയപ്പോ അന്നത്തേക്ക് വണ്ടി ഈ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടുത്തെ അഡ്വക്കേറ്റ് സംഭവമെല്ലാം ചെയ്തു. പുള്ളി വണ്ടി കിട്ടാൻ വേണ്ടി മാത്രം അത് ബാധിച്ചു. വണ്ടി കിട്ടാൻ വേണ്ടി വായിച്ചാൽ ഞാൻ DFO 61A ഇട്ടു. 18 ലക്ഷം രൂപ ഈ വാലുവേഷൻ ഇട്ടു. അപ്പൊ ഈ 18 ലക്ഷം രൂപ വാലുവേഷൻ ഇട്ടേക്കുന്ന ആ പൈസ കെട്ടിവെച്ചോണ്ട് വണ്ടി ഇറങ്ങിയോളാൻ പറഞ്ഞുകൊണ്ട് വിധി വന്നു. അതിന്റെ അകത്തും ഉണ്ടായിരുന്നു ഒരു സെക്ഷൻ 53. ഈ വിധി വന്ന് 45 ദിവസത്തിനുള്ളിൽ DFOയ്ക്കോ അതിന്റെ മുകളിലൊരു ഉദ്യോഗസ്ഥനോ ഞാനൊരു പരാതി അല്ല ഒരു എന്റെ അപേക്ഷ വെച്ചാല് എനിക്ക് അവർക്ക് ഒരു അനുചിതമായ ഒരു നടപടി അതിന്റെ അകത്ത് എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അപേക്ഷയും വെച്ചു. അന്നേരത്തിന് എന്റെ വണ്ടിയില് മറ്റേ നമ്മുടെ ഡെപ്യൂട്ടി ഇതിട്ട എന്റെ മണ്ടയിൽ ഒപ്പിട്ട് അത് അംഗീകരിച്ചോണ്ട് ഒപ്പിട്ട് ആ സാറ് പോയി. പിന്നെ ഒരു തെന്നിന്ത്യൻ ഒരു സാറായിരുന്നു. പുള്ളി ഞാൻ മലയാളം അറിയത്തില്ലായിരുന്നു, പക്ഷെ ഇംഗ്ലീഷിലൊക്കെ ആയിരുന്നു. അഡ്വക്കറ്റിനെ കൊണ്ട് അപേക്ഷ ഏൽപ്പിച്ച് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു എനിക്ക് ഒന്നും ചെയ്യാൻ മുടിയാമെന്ന്. ഏണ്ടൊക്കെ പുള്ളി തമിഴിലും വേറെ ഹിന്ദിയിലൊക്കെ ആയിട്ട് പറഞ്ഞു. അമ്മ അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞത് ഇങ്ങനെ തന്നെ നിങ്ങൾ 15 ലക്ഷം രൂപ കിട്ടി വേണ്ടി അറിയാം. പിന്നെ എന്താ പറയുക, ഞാൻ പിന്നെന്ന് പറഞ്ഞാൽ ഈ 4.25 വർഷക്കാലം അല്ലെങ്കിൽ 4.5 വർഷക്കാലം ഈ വിധി വന്ന് തന്നു കഴിഞ്ഞിട്ട് ഉള്ളിൽ കിടക്കാൻ പറ്റി. എനിക്ക് സ്വന്തമായിട്ട് പട്ടയസ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ മറ്റൊരാളുടെ ഈ പട്ടയസ്ഥലത്തിന്റെ പറ്റിയിട്ട് വെച്ച ഈ വണ്ടിയാണ് എടുക്കുന്നത്. വണ്ടിയാണ് എടുത്ത് ഞാൻ പറയാം ഈ ഒരു മാസം അന്ന് 55,000 രൂപ സർക്കണം. അന്ന് ഞാൻ ഒരു മാസം വണ്ടിയെ പണിയാൻ പോകാതിരുന്ന എനിക്ക് അടയ്ക്കാൻ പറ്റില്ല. പിന്നെ രാത്രിയും പകലും പണി. ഇത് 55,000 രൂപ അടക്കണ്ടേ? ഒരു മാസം തെറ്റിപ്പോയി ഡ്യൂ പെൻഡിങ് അതിന്റെ മണ്ടയിൽ കയറി വന്ന എന്നാ ബാധ്യത ഉണ്ടാകുന്ന അറിയാലോ. പിന്നെ നമ്മുടെ കയ്യിൽ ഒന്നും കൊള്ളത്തില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് രാത്രിയും പകലും പണി ഉള്ളപ്പോൾ ഇല്ലാത്തപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് രാത്രിയും പകലും പണിയെടുത്ത് പണി എല്ലാ മാസവും അടയ്ക്കും. അങ്ങനെ അടച്ചു കഴിഞ്ഞപ്പോഴാണ് എന്റെ അമ്മയുടെ കാലിനൊരു ഓപ്പറേഷൻ വേണ്ടി വന്നത്. 2021 വണ്ടി പോയി കഴിഞ്ഞു. ഒരു മനുഷ്യനോട് 1 രൂപ ചോദിച്ചിട്ട് എനിക്ക് ഒരു മാർഗമില്ല. പിന്നെ ഞാൻ ഒരു വിധത്തിലൊരു 5-6 ലക്ഷം രൂപ ഞാൻ പലിശയ്ക്ക് മേടിച്ചു. ഈ പലിശയ്ക്ക് മേടിച്ച ആൾക്ക് 2000 അത് ഒരു 1.5 വർഷത്തിന് ശേഷം പൈസ കൊടുത്തേക്കാന്ന് പറഞ്ഞാണ് മേടിക്കുന്നത്. ലാസ്റ്റ് 2023 ആയപ്പോഴത്തേനും ആളത് പൈസ വരുന്നത്. പക്ഷെ ഇതിന്റെ അകത്ത് ഈ പലിശ കാശെല്ലാം ഞാൻ കൊടുത്തോണ്ടിരിക്കുക. പുള്ളിക്ക് പൈസ അത്യാവശ്യം പറഞ്ഞു. എനിക്ക് പൈസ കൊടുക്കാതിരിക്കാൻ പറ്റും. അന്നേരം ഞാൻ പൈസ ഉണ്ടാകാൻ ഒരു മാർഗമില്ല. ആ പണി വണ്ടി മാത്രമേ ഉള്ളൂ. അന്നും അതിന്റെ സീറ്റ് അടച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഫിനാൻസുകാരെ വിളിച്ചു. സാറേ അതിനെ ഒന്ന് ടോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ആര് പറഞ്ഞാൽ ടീച്ചർ ഇപ്പോഴത്തെ അവസ്ഥയിൽ ചെയ്യാൻ പറ്റില്ല, വേണം റീ തരാമെന്ന് പറഞ്ഞു. അതിന്റെ പേപ്പർ വാങ്ങുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഇട്ട് കൊടുത്തു. അവരെനിക്ക് 9.5 ലക്ഷം രൂപ ബാധ്യത എനിക്ക് ബാലൻസ് ക്ലോസിംഗ് എമൗണ്ട് അത് ഞാൻ അതിൽ 9.5 ക്ലോസ് ചെയ്തുകൊണ്ട് 20 ലക്ഷം രൂപ ഇട്ടു. അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഈ വണ്ടിയുടെ ബാധ്യത 5 വർഷത്തിന് പിന്നെ 30 ലക്ഷം. അന്ന് വെച്ചാൽ ഈ പൈസ ചോദിക്കുമ്പോൾ എനിക്ക് എടുത്തു കൊടുക്കാനില്ല. അതിന്റെ ഇൻട്രസ്റ്റ് കൂടി കൂട്ടി ഏതൊരു 7 ലക്ഷം രൂപയ്ക്ക് 8 ലക്ഷം രൂപയ്ക്ക് മൂടി പൈസ കൊടുക്കണമായിരുന്നു. ഈ വണ്ടിയിൽ റീ ഇട്ടപ്പോൾ ഒരു 10-15 രൂപയിൽ വന്നു. ഈ സംഭവം അങ്ങനെ ആ ബാധ്യത തീർത്തു. അന്നേരം ഈ 5 വർഷം കൊണ്ട് അല്ലെങ്കിൽ 6 വർഷം കൊണ്ട് തീരേണ്ട ബാധ്യത ഈ 4 വർഷം കഴിഞ്ഞപ്പോഴും പിന്നെ ഞാൻ 5 വർഷം കൊണ്ടായി 9 വർഷം. അതുകൊണ്ട് ഇന്നും അതിന് 12,98,000 രൂപ ഇന്നും ബാലൻസ് ആയിരുന്നു. എല്ലാ മാസം അടയ്ക്കുന്നുണ്ട്. ഈ വരുന്ന 1-2 മാസം ഈ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്ത് ചെയ്യുന്ന ഓർത്തിരിക്കുക. അദ്ദേഹം എന്തെങ്കിലും വിധത്തിലാണ് അടയ്ക്കാൻ ഓർത്തിരിക്കുക. ഈ വീട് പണിയുമായി ബന്ധപ്പെട്ടാണ് സംഭവിക്കുന്നത്. ഇത് നിങ്ങളുടെ ഈ പണിത സ്ഥലം റിസർവ് വനമാണോ? അതുപോലെ തന്നെ ഈ പ്രദേശത്ത് ഈ ഒരു വീട് ഇപ്പൊ ഒരു വീടാണോ? മറ്റ് വീടുകളുണ്ടോ? ഈ വീടുകൾ എത്ര വീടുകൾ അതുപോലെ പറഞ്ഞിട്ടുണ്ട്? ഈ പറയുന്ന സ്ഥലത്ത് വനം എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് വീടുകളുണ്ടോ? ഇവർ ഈ കേസെടുത്തിരിക്കുന്ന പ്രദേശത്ത് എത്ര വീടുകൾ? സാറേ ഞാനിപ്പോ പണിതത് അല്ല, അന്ന് പണിതതിന് ചുറ്റും മറ്റു ചില സ്ഥലം ഇവര് പറയുന്നതോടെ തന്നെ അല്ലാണ്ട് അങ്ങനെ ഇതിന്റെ ചുറ്റുവട്ടം മുഴുവൻ കിട്ടിയ സ്ഥലങ്ങളാണ്. അതൊക്കെ വർഷങ്ങൾ, അത് 10-20 വർഷങ്ങൾക്ക് മുകളില് എല്ലാവരുടെ കയ്യിലിരിക്കുന്ന സ്ഥലം
അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ല, അന്ന് ഇരുന്ന ആളുകൾ മറ്റുള്ള വ്യക്തികൾക്ക് വിറ്റിട്ടും പോയിട്ടുള്ളോ അല്ലെ വാങ്ങിയിട്ടുള്ളോ ഓരോ വ്യക്തികളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതിന്റെ അകത്ത് പിന്നെ ദർശനം വരുന്ന പറഞ്ഞാൽ എന്താ എനിക്ക് അറിയത്തില്ല. ഞാൻ ചോദിക്കുന്നത് ഈ ഒരു വീടിന് മാത്രമാണ് കേസ്, വീടുകൾ പലതും കണ്ടതാണ്. ഈ വനമാണെങ്കിൽ എന്തുകൊണ്ട് മറ്റു വീടുകൾ ഈ വീടുകൾ എന്തിനു അനുവദിച്ചു? വനത്തിലെത്താൻ വീട് പണിയാൻ പറ്റില്ലല്ലോ. അതാ സാധനം ഞാൻ ചോദിക്കുന്നത്. ഇത് റിസർവാനാണെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം ഈ പറഞ്ഞ് പണിയെടുക്കുന്നതും പെരവെച്ചും കെട്ടിടം പണിതും അല്ല ഓരോ സ്ഥാപനങ്ങളായിട്ടും ബിൽഡിങ്ങുകളായിട്ട് എങ്ങനെ ഇതെല്ലാം കൂടെ ഉണ്ടാക്കാൻ പറ്റുന്നു? ഞാൻ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള ഞാൻ പെര പണിയാനായിട്ട് തറ വലിച്ചെന്നും പറഞ്ഞിട്ട് ഇന്നും അവിടെ വണ്ടി പണിയുന്നുണ്ട്, ഇന്നും പണിയുന്നുണ്ട്. ഈ പറയുന്ന സ്ഥലത്തുനിന്ന് ഇന്നും ഇന്നലെ അന്നും ഈ 4.5 വർഷങ്ങളായിട്ട് ആ ചുറ്റുവട്ടത്തെ സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഈ മരം വെട്ടി പോകുന്നുണ്ട്. സാറൊന്നും ഓർത്തോക്കിയേ, 1-2 ആളോ കൈ പിടിച്ച് വട്ടം ചുറ്റി ഇന്ന് എത്താത്ത പോലും മരം വെട്ടി പോകുന്നു. ഞാൻ ആകെപ്പാടെ 11 മരങ്ങൾ പിഴുതെന്ന് പറയുന്നു. അത് നട്ടതുണ്ട്, നടാത്തതുണ്ട്. ഇതിനെല്ലാം കൂടി കൂട്ടിയിട്ടേക്കുന്ന വിലയാണ് 500 രൂപ. അപ്പൊ 2 പേര് കൈകൊണ്ട് എത്തിയ വട്ടത്തിൽ പിടിച്ചാൽ പോലും എത്താത്ത മരങ്ങളിൽ വെട്ടിപ്പോകുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എന്നിട്ട് അതിന്റെ കുറ്റി പൊളിക്കുന്നില്ലേ? ആ പരച്ചു പോയിട്ട് അതിന്റെ കുറ്റി പൊളിച്ചിട്ട് അവിടെ കെട്ടിടം പണിയായിട്ട് തറവിരിക്കുന്നില്ലേ? അപ്പൊ ഞാൻ ഈ ആദിവാസി ഗണത്തിൽപ്പെട്ട ആളായത് ഞാൻ പണിയുന്ന ഞാൻ പണിത് ഒരു 10 രൂപ ഉണ്ടാക്കി ഞാൻ പണി ഈ സ്ഥിതി അടച്ച് അതിന്റെ മിച്ചം കിട്ടുന്ന പൈസ കൊണ്ട് എന്റെ പെണ്ണിനെ പിള്ളേരെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നഷ്ടം ഉണ്ടാകുന്നു. എന്നാ മറ്റുള്ളവർക്കെതിരെ ഈ കേസ് എടുക്കണ്ടേ? ഇന്നലെ എന്റെ കൺമുന്നികളെ വണ്ടി പോകുന്നതുണ്ടോ? അതിന്റെ മിനിഞ്ഞാനും പോകുന്നതുണ്ടോ? ഈ എന്റെ വണ്ടി ഉള്ളിൽ എന്ന് പോകുന്ന അതിന് മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട്, ഇന്നും ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരാരും വരുമ്പോൾ അവിടെ ആരും പണിയുന്നില്ല. എന്തുകൊണ്ടാണ്? മോചിപ്പിച്ചില്ല നിൽക്കാൻ കേസുമായിട്ട് പോവുകയാണോ? 61 കേസെടുത്തിരിക്കുന്നു. അതിൽ നിയമ നടപടികളുണ്ട്. കോടതി മുഖാന്തരമായിട്ട് അത് മോചിപ്പിക്കാൻ പറ്റും. പക്ഷെ ഒരു കനത്തൊരു അന്വേഷിച്ച് പറഞ്ഞെടുത്ത് കുറച്ചൊരു കനത്ത നീതി നിഷേധമുണ്ട്. കാരണം ഒരു ഗ്രാമത്തിലുള്ള പലരും അവിടെ വീട് വയ്ക്കുന്നുണ്ട്, താമസിക്കുന്നുണ്ട്. മാത്രമല്ല താങ്കൾ പറയുന്ന ഈ റോഡ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഹൈവേ ആയിട്ട് പ്രഖ്യാപിച്ചിട്ട് റോഡിന് സൈഡിൽ നിന്നാണ് താങ്കൾ ജോലി ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല അതിന് ആയിരക്കണക്കിന് വീടുകൾ അവിടെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത്രയും വീടുകൾ നിർമ്മാണം നടന്നെടുത്ത് അത് വനം ആണെങ്കിൽ എന്തുകൊണ്ട് ഒരു തടഞ്ഞില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. അതായത് വനത്തിലാണെങ്കിൽ ഒരു ഗ്രാമപഞ്ചായത്ത് മുഴുവൻ വനമാണോ? അങ്ങനൊരു ചോദ്യമുണ്ട്. അപ്പോ ഈ നീതി നിശ്ചയത്തിനെതിരെ അന്ന് ഈ സംഭവം നടക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണല്ലോ ഭരണത്തിലുണ്ടായിരുന്നത്. അപ്പൊ ആ ഭരണം സമയത്ത് നിങ്ങൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ആളുകളെ അല്ലെങ്കിൽ വനംവകുപ്പ് ഭരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് CPM അപ്രമാദ്യമുള്ള ഒരു സ്ഥലമാണ് വെഞ്ഞിക്കുഴി എന്ന് പറയുന്ന പ്രദേശം. നിങ്ങൾ CPMന്റെ ആളുകളുമായി എന്നെ രക്ഷിക്കണം, എന്നെ നീതി നടപ്പാക്കി തരണമെന്ന് ഇവരോട് ആവശ്യപ്പെട്ടോ? കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ CPMന്റെ നേതൃത്വത്തിൽ അവിടെ സമരം നടക്കുന്നു. CPM അറിഞ്ഞില്ല എന്നുള്ള രീതിയിൽ പറയുന്നു. നിങ്ങൾ CPMന്റെ നേതാക്കളെ കണ്ടിരുന്നോ, സംസാരിച്ചിരുന്നോ? ഈ വിഷയങ്ങൾ അവരന്ന് ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു? അവിടെ പോയി കണ്ടിരുന്നു. അത് വണ്ടി ഉള്ളിൽ കൊണ്ടിട്ടിട്ട് ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ ഈ വണ്ടി വിട്ട് കിട്ടേണ്ട ഒരു സാഹചര്യങ്ങളുടെ പേപ്പറും കാര്യങ്ങളൊക്കെ വന്നെന്നായിരുന്നു. ഞങ്ങൾ ആദ്യം വിളിച്ചു വെച്ചിട്ടില്ലാന്ന് പറഞ്ഞു. ഇപ്പൊ രാഷ്ട്രീയപരമായിട്ട് നേതാക്കന്മാരെ അല്ല അതിനോടനുബന്ധിച്ചുള്ളവര് വിളിച്ച് ചോദിച്ചാലേ ഇനി അവിടെ ഉള്ളത് പറയുള്ളൂന്ന് അറിയാൻ വേണ്ടി ആദ്യം വിളിക്കുന്ന അന്നത്തെ ലോക്കൽ സെക്രട്ടറിനെ സന്തോഷ് നടക്കുക പുള്ളിനെ വിളിച്ചു പറഞ്ഞു. പുള്ളി തന്റെ മുന്നിൽ നിന്നുകൊണ്ട് തന്നെ സന്തോഷനെ വിളിച്ചു പറഞ്ഞു, സാറേ ബാലകൃഷ്ണനെ പ്രത്യേകിട്ടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ പറയുന്ന ഒരു വിശ്വാസം ഇല്ലാത്തത് പിന്നെ CB സാറിനെ പോയി കണ്ടു. ഇടുക്കി ജില്ലാ സെക്രട്ടറി അല്ലേ CPMന്റെ ജില്ലാ സെക്രട്ടറി CBOD സാറിനെ കണ്ടു. കണ്ടോ പറഞ്ഞു, അജീഷിന്റെ വണ്ടിയായിട്ടുള്ള കേസ് ഇതെനിക്ക് ഇപ്പൊ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞപ്പോ എന്നാ കാരണം വെച്ചാൽ പറഞ്ഞു, ഒരാഴ്ചക്കുള്ളില് പുള്ളി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുകാരെ മൊത്തത്തിൽ അടച്ച് ആക്ഷേപിച്ച് എന്തൊക്കെയോ പറഞ്ഞു വേറെ പ്രോഗ്രാമുമായിട്ട്. അതുകൊണ്ട് പുള്ളിക്ക് ഇതിന്റെ തെളിവിടാൻ പറ്റില്ല. നിങ്ങൾ രാജാ സാറിനെ പോയി കാണാൻ പറഞ്ഞു.
അതായത് നമ്മുടെ അന്നത്തെ ദേവികുളം MLA സാർ. പുള്ളിനെ ചെന്ന് കണ്ടു. പുള്ളി കാര്യങ്ങളൊക്കെ ചോദിച്ചു. പുള്ളി എന്നെ ചാർജ് ഷീറ്റ് കണ്ടു. കണ്ടു കഴിഞ്ഞപ്പോൾ എന്നെ ഇതിൻ്റെ അത് ഫോറസ്റ്റുകാർ പെടുത്തിയതാണോ അത് പറഞ്ഞു. എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ DFO സാറിനെ ഇതിനായ സാറ് വിളിക്കുമോ? വിളിച്ചപ്പോൾ സാറേ ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ, നിങ്ങൾ വാല്യൂഷൻ പേപ്പർ വന്നു കഴിയുമ്പോൾ വിട്ടുകൊടുത്തേക്കാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ DFO സാറ് പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സാറേ എന്നാ വാല്യൂഷൻ പേപ്പർ അത് എത്തിയില്ലെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു സംഭവം എത്തിയില്ല സാറേ, വന്നു കഴിയുമ്പോൾ വളരെ കുറഞ്ഞ തുകയ്ക്ക് ഞാൻ വണ്ടി വിട്ടുകൊടുത്തേക്കാന്ന് രാജാസാറിനോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഏപ്രിൽ 2022 ഏപ്രിൽ 12 തന്നെ വിളിച്ചിട്ട് എന്നെ ഹിയറിങ്ങിനെ വിളിപ്പിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് ആദ്യം ചോദിക്കാൻ സാറ് ചോദിക്കുന്നത് DFO സാറേ എനിക്ക് വാല്യൂഷൻ പേപ്പർ വന്നു കഴിയുമ്പോൾ വിട്ട് തന്നേക്കാന്ന് പറയുന്നത് കുറഞ്ഞ തുകയ്ക്ക് വണ്ടി വിട്ട് തന്നേക്കാന്ന് പറഞ്ഞ ആള് ചെന്ന് കഴിയുമ്പോൾ ചോദിക്കുക, അവിടെ എന്നെ അസറിൽ ഇരുത്തിക്കൊണ്ട് ചെന്നോടെ ചോദിക്കുക, ഇത്രയും നാളായിട്ട് അജീഷ് CMB ഫയൽ ചെയ്ത് കോളേജ് വണ്ടി ഇറക്കിയില്ലേ? അപ്പൊ ഞാൻ അങ്ങോട്ട് പുള്ളിയാന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു. അന്നേരം പുള്ളി പറയാ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ എല്ലാ കാര്യങ്ങൾ തന്നെ എന്നോട് ചോദിച്ചു. കാര്യങ്ങളെല്ലാം വണ്ടി അവിടെ പിടിക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ കൊണ്ടുവരേണ്ട കാര്യങ്ങളല്ല അവരെ മനസ്സിൽ എഴുതിയേക്കുന്നത്. ഞാൻ വണ്ടി കൊണ്ടിട്ട് കഴിഞ്ഞിട്ടുള്ളതല്ല, വണ്ടി തന്നെ വഴി വെച്ച് അല്ലെ സൈറ്റിൽ വന്ന് പിടിച്ചെന്ന ഉള്ള രീതിയിലൊക്കെ എഴുതിയേക്കുന്നത്. പക്ഷെ ഈ സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളല്ല എന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നത് എല്ലാം കൊണ്ട് അല്ല, എന്നെ ഈ വണ്ടി കൊണ്ടിട്ടാണ് സ്റ്റേറ്റ്മെന്റ്. ഒന്നേകാ വർഷത്തിന് ശേഷം അല്ലെ 1 വർഷമോ 4 മാസം കഴിഞ്ഞിട്ട് വണ്ടി പിടിച്ചെടുക്കുന്നല്ല, ഞാൻ വണ്ടി കൊണ്ട് ഇട്ട് കൊടുക്കും. ഈ പിടിച്ചെടുക്കുന്ന പറയുമ്പോ ഞാൻ കാണിച്ചതല്ലേ. ഇദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടി റേഞ്ചറുടെ ജോലി പോകും, എന്റെ തൊപ്പി തെറിക്കും എന്നൊക്കെ പറഞ്ഞ് എന്റെ ഭീകരസ കയറി പിടിച്ച് കരഞ്ഞ് പട്ടി നക്കുന്നോടെ കാലെ കിടന്ന് നക്കിയിട്ട് ഞാൻ ഈ പുള്ളിയുടെ ജോലി പോകണ്ടല്ലോ എന്നോർത്ത് വണ്ടി കൊണ്ടിട്ട് കൊടുക്കുന്ന. അല്ലാതെ അവരെന്റെ വണ്ടി ഒന്ന് പിടിച്ചെടുക്കുമല്ലേ ഇന്ന്. പിടിച്ചെടുക്കുവാണെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പറോ കാര്യങ്ങൾ ഇത് എന്തിന്റെ കാരണത്തിന്റെ പുറത്ത് ഈ വണ്ടി പിടിച്ചെടുക്കുന്നു എന്തെങ്കിലും വേണ്ടായിരിക്കും. ഇത് ഞാൻ സ്നേഹം കൊണ്ട് പുള്ളിയുടെ ജോലി പോകണ്ടല്ലോ എന്നോർത്ത് കൊണ്ടിട്ട് കൊടുക്കുന്ന. എനിക്ക് 10 ദിവസം കഴിഞ്ഞ് വണ്ടി കിട്ടുമല്ലോ. എനിക്ക് സ്വന്തം നാട്ടിൽ തന്നെ വണ്ടി പണിയണമല്ലോ, ഇല്ലാതെ തന്നെ ഇവര് പണിയിപ്പിക്കത്തില്ലല്ലോ. അതിന്റെ എല്ലാ ഒരു പേടിക്കലും പിന്നെ ഈ പുള്ളിയുടെ ജോലി പോകുന്നതിന്റെ അവസ്ഥ കാര്യങ്ങളെല്ലാം പറഞ്ഞ പോലെ ജോലി കൊണ്ട് എന്റെ വണ്ടിയിൽ ഇപ്പൊ 10 ദിവസം കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ജോലി പോകാതിരിക്കുവാണെങ്കിൽ അല്ലെങ്കിലും ഈ 10 ദിവസം കഴിയുമ്പോൾ വണ്ടി കിട്ടൂല്ലോ എന്നുള്ള സ്നേഹത്തിന്റെ പുറത്ത് ഇട്ട് കൊടുക്കുക. ആ കൊണ്ടിട്ട് കഴിഞ്ഞപ്പോഴാണ് അവൻ എന്റെ അണ്ണാക്കിൽ ഒടിച്ചു സംഭവം ഉണ്ടായിട്ടുള്ളൂ. പിന്നെ സാറേ ഈ 4.5 വർഷക്കാലമായിട്ട് ഞാൻ എന്തുകൊണ്ട് പിന്നെ കോടതിയിൽ പോയില്ല എന്ന് ചോദിച്ചാൽ ഈ കോടതിയിൽ പോകാനോ ഈ വണ്ടിയുടെ CC അടയ്ക്കാനോ അല്ല, ഞാൻ ഏതാ നോക്കുന്നത്. ഞാൻ മറ്റൊരാളുടെ സ്ഥലത്തിന്റെ പറ്റിയാമം വെച്ച എനിക്ക് കൊട്ടസ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഈ പറ്റിയാമം വെച്ച ഞാൻ വണ്ടി എടുത്ത് ഞാൻ 1 മാസോ 2 മാസോ ഞാൻ പൈസ അടയ്ക്കായിരുന്ന CCക്കാരൻ നേരെ അവന്റെ വീട്ടിൽ കയറിച്ചിട്ട് അത് എനിക്ക് ചില ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യം. അതുകൊണ്ട് ഞാൻ പണിയെടുക്കാൻ പോയി ഈ വണ്ടിയുടെ CC അടക്കണമെങ്കിൽ മിച്ചം വേണ്ട എനിക്ക് അടുക്കന്റെ കണക്കിക്ക് എങ്ങോട്ടൊന്ന് കിളമ്പരിയം തിരിയാനുള്ള സമയത്താണ് പോയി. ഇതെല്ലാം കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞ 8 മാസത്തിന് മുന്നേ നമ്മുടെ സ്റ്റാഫ് എന്ന് പറഞ്ഞ സംഘടനപ്പെട്ട ആളുകൾ, ഒരാള് സെക്രട്ടറി, അതിന്റെ ബാക്കിയുള്ള അംഗങ്ങള് ഇതിന്റെ വിധിപ്പുറം വന്ന കാരണം എന്ന് പറഞ്ഞു അവരെ കാണിച്ചു. അവരെ കാണിച്ചത് വായിച്ചു നോക്കിയപ്പോൾ പറഞ്ഞാൽ ചേട്ടാ ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ, ഈ വണ്ടി നിങ്ങൾക്ക് പണ്ടേ വിട്ടിട്ടുണ്ട് അവസരം ഉണ്ടായിരുന്നു, ഇത് നമ്മളിങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, ഇതിനെക്കുറിച്ച് നമ്മൾ ഒന്നും കൂടി ഇനി കോടതി പോകേണ്ടിയിരിക്കുന്നു അങ്ങനെ എല്ലാം പറഞ്ഞ ഇവരെനിക്ക് വണ്ടി കിട്ടാനുള്ള അതിൻ്റെ അകത്ത് ലൂപ്പ് ഹോൾ ഉണ്ട്. ഇത് പക്കാ കള്ളക്കേസാണുള്ള കേസ്. അവർ ഇതിന്റെ ഈ കേസിന്റെ ഇതെല്ലാം അതിന്റെ മത്സരം കാര്യങ്ങളെല്ലാം എടുത്തു നോക്കിയപ്പോൾ നമ്മൾ പോകേണ്ട രീതിയിൽ പോയാൽ ഈ വണ്ടി നമുക്ക് എടുക്കാൻ ശേഷം പറഞ്ഞിട്ടാണ് ഇതിന്റെ എനിക്ക് പിന്നീട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായി തന്നത്. അതിന്റെ പേരിലാണ് ഇത് ഈ നാട് എന്റെ ഉള്ളിൽ തന്നെ മാത്രം തിരുന്നാൽ പോലെ ഈ നാട്ടുകാർ ഈ കേരളം മൊത്തം അറിയണം എന്നുള്ളത് കൊണ്ട് മാത്രം അതാണ് ഞാൻ പെട്രോൾ അടിക്കാൻ പോയത്. ഇല്ല ഇന്ന് എന്റെ വീടിന്റെ തൊട്ട് അയൽവക്കത്ത് പോലും ഉള്ളവർക്ക് അറിയത്തില്ല ഞാൻ അനുഭവിക്കുന്ന വേദന എന്താന്നുള്ള അവർക്കറിയത്തില്ല. ഈ പരിപാടി എല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ഇവരെന്നെ എന്റെ വീട്ടിൽ വന്ന് ചോദിക്കുക, അല്ലെ ഞാൻ എന്നെ പുറത്തിറങ്ങി അവർ ചോദിക്കുക, അജീഷ നീ ഇത്രയും മനസ്സിൽ ഇത്രയും വേദന കൊണ്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ മൊത്തം പറഞ്ഞു. ഈ പിന്നെ നമ്മുടെ
ഇപ്പോഴത്തെ ഗവൺമെന്റ് മാറി വന്നപ്പോൾ വനം വകുപ്പിന്റെ ആണെങ്കിലും പോലീസിന്റെ ആണെങ്കിലും എക്സൈസിന്റെ ആണെങ്കിലും ഒരു വളരെ കുറഞ്ഞ തുകയ്ക്കൊക്കെ ഉള്ള ഒരു തിരക്കൊക്കെ ഉള്ളതാണെങ്കിൽ ഒരു വണ്ടിയോ അല്ലെങ്കിൽ അതിന് ഉപയോഗിച്ചിരിക്കുന്ന ആയുധങ്ങളോ എല്ലാം വിട്ട് കൊടുക്കണമെന്നുള്ളൊരു സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും ഇപ്പൊ ഈ സർക്കാർ മാറി വന്നുകൊണ്ടും എന്തെങ്കിലുമൊക്കെ നല്ലൊരു സംഭവം കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിന് വണ്ടി എനിക്ക് കിട്ടാതിരിക്കുന്നു, അത് എന്റെ അന്നമായിരിക്കും. ആദ്യമായിട്ട് ആശയം മോചി 10-25 വർഷക്കാലം ഞാൻ പണി പഠിച്ചിട്ട് ആദ്യമായിട്ട് പെണ്ണിന്റെ തലമാലയിൽ പണയം വെച്ച് ഞാൻ കൊണ്ട് എടുത്ത വണ്ടിയാണ്. അത് ഇമാരുടെ എല്ലാം വാക്കിനെ കുറിച്ച് ജോലി പോകും, അതിന്റെ വീട്ടിൽ അനുഭവമില്ല, തീപമില്ല എന്ന് പറഞ്ഞു കൊണ്ടിട്ട് കൊടുത്ത 10 ദിവസം കഴിഞ്ഞ് അനുഭവിക്കില്ലേ. ഇനി കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാൻ അവിടെ പെട്രോൾ അടിച്ചപ്പോൾ DFO നമ്മുടെ മന്ത്രിയും പറഞ്ഞു എന്നെ കാണാം, അല്ലെ DFO പറഞ്ഞു എനിക്ക് വണ്ടി വിട്ടു തരേണ്ട അവസ്ഥ ഉണ്ടാക്കിയേക്കാന്ന് പറഞ്ഞു. അന്നത്തെ അവസ്ഥ ഉണ്ടാക്കിയെന്നറിഞ്ഞ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴാ അന്നിട്ട 61A പ്രകാരം സംഭവം ചെയ്ത് അതിന്റെ സ്പീഡപ്പായിട്ട് ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് എന്നാ വണ്ടി കിട്ടാവുന്ന അവസരം ഉണ്ടാക്കാന്ന് പറഞ്ഞു. ആ അവസരം ഉണ്ടായി തന്നെ അറിയോ. പിന്നീട് 8 ദിവസം കഴിഞ്ഞ് ആ 61A പ്രകാരം അന്നിട്ട കാര്യത്തിൽ ഒരു മാറ്റമില്ല. എന്നാലും ഞാൻ ഓർത്തു, പിന്നെ ഇച്ചിരി ഓർത്തു, അന്ന് 2022 ഇട്ട വാല്യുവേഷൻ ഈ വർഷത്തെങ്കിലും അല്ല ഇതിന്റെ ഒക്കെ അവസ്ഥ ഇട്ട് വാല്യുവേഷൻ ഇട്ടിട്ട് തുകയെങ്കിലും കാത്തി തരുന്നുള്ളൂ, അതുമില്ല. പിന്നെ ഇട്ടൊക്കെ സർക്കാരിലേക്ക് മുതൽക്കൂട്ടായിട്ട് കണ്ടുകെട്ടിയെന്നും പറഞ്ഞുണ്ട്. ഇനി എങ്ങനെ എടുക്കാനില്ല, കോടതിയിൽ പോകുന്നില്ല. ഇത് ഞാൻ ഇവരുടെ വനത്തിൽ കയറി പണിതിട്ടില്ല എന്നുള്ള സത്യം. പക്ഷെ ഇതിന്റെ അകത്തൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഈ 27 എന്ന് പറയുന്ന സാധനം സാറേ അന്നത്തെ കാലത്ത് എനിക്ക് അറിയത്തില്ല. നീ മറ്റേ ദിവസവാനത്തിൽ കയറി കല്ലും മണ്ണും ഈ ഉമാരുടെ ഈ സാധനം പൊക്കിയോട് പോയുള്ള സംഭവം തന്നെ എനിക്ക് അറിയത്തില്ലായിരുന്നു അന്നത്തെ. ഈ പിന്നീടല്ല ഞാൻ പറഞ്ഞില്ല, ഈ സ്റ്റാഫ് സംഘടന എന്ന് പറഞ്ഞാൽ അവര് ഈ വിധിപ്പറപ്പല്ല അന്നത്തെ മത്സരന്റെ കോപ്പിയും കാര്യങ്ങളും ഈ കണ്ടു കഴിഞ്ഞപ്പോൾ അജീഷ് പോയി കയറി പണിത് ദിവസവാനത്തിലാണോ? അല്ല, ഞാനൊരു വിക്കറ്റ്, അതായത് 10-20 വർഷക്കാലം മുന്നേ വെച്ചനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയില് ഞാൻ ആ ആൾക്കിന്റെ, അതായത് ഞാൻ ആ തറവലിച്ച ഇവന്റെ പേരി കിടക്കുന്ന, അല്ലെങ്കിൽ ഇവന്റെ അച്ഛൻ ഇവന് കെട്ടിടം പണിയാനായിട്ട്, അത് ഇപ്പൊ 10 മക്കളുണ്ട്, 10 മക്കളെ ഒറ്റ വീട്ടിൽ തന്നെ ആയിട്ടൊന്നുമില്ലല്ലോ. അവരോട് പറമ്പിൽ തന്നെ, അല്ലെങ്കിൽ അല്ല അവന് നീ അവിടെ പെര വെച്ചോ, നമ്മുടെ അച്ഛൻ വീതം കൊടുത്ത സ്ഥലം, ആ സ്ഥലത്ത് ആ ചെക്കൻ ഒരു പെര പണിയാൻ വേണ്ടി എന്നെ കൊണ്ട് വിളിച്ച് തറവിരിപ്പിച്ചു. അതുകൊണ്ട് ആ ചെക്കനും എന്നെ ഇപ്പം കണ്ടുകൂടാ. ഇത് ഞാൻ തറവലിക്കാൻ ചെന്ന് എന്താണ് ഈ സംഭവം ഉണ്ടായത്. ഇതുമല്ല സാർ, ഇതിന്റെ അകത്ത് ഏറ്റവും തെറ്റ് ഞാൻ ആദ്യം കാണിച്ചു. അത് ഈ സ്റ്റേറ്റ്മെന്റ് ഈ വണ്ടി കൊണ്ടിട്ട് കൊണ്ടുവരുന്നത്, ഈ സൈറ്റിൽ ആദ്യം പണിത വണ്ടി, അതായത് 3 ദിവസം വണ്ടി പണിതു. ആ വണ്ടി പണിതത് ഇതിന്റെ അകത്ത് ആദ്യം കൊടുത്ത സാക്ഷിമൊഴി കൊടുത്തേക്കുന്ന 2 പേരുണ്ട്. ആ 2 പേരും ഇതിന്റെ അകത്ത് മിണ്ടിയിട്ടില്ല, ഈ സ്ഥലക്കാരനും മിണ്ടിയിട്ടില്ല. അതായത് 3 ദിവസം പണിത വണ്ടി, ആ വണ്ടി പണിയുന്ന ഓപ്പറേറ്റർക്ക് ഇച്ചിരി സൂക്ഷ്മതക്കുറവ് ഉണ്ടെന്ന് കണ്ട് ഇവര് കള്ളം പറഞ്ഞു ഒരു ദിവസം വീട്ടിൽ നിന്ന് പോവാന്ന് പറഞ്ഞ് ആ വണ്ടി പറഞ്ഞു വിട്ടിട്ട് അതിന്റെ പിറ്റേന്റെ 4ാമത്തെ ദിവസം ഞാനാണ് ആദ്യമായിട്ട് വരുന്നത്. ഈ കല്ലുംകൂട്ടത്തിലെ മറ്റുള്ള വണ്ടി ഇതിന്റെ പകുതി 3/4 ഭാഗം മറിച്ചിട്ടിരുന്ന മരം ഞാൻ ഇതെടുത്ത് ഞാൻ കെട്ടിന്റെ പുറത്തേക്ക് കല്ലടക്കേന്റെ വെറുതെ വിറകിനെടുക്കാവുന്ന മരം വെറുതെ മണ്ണിന്റെ അടിയിൽ പോകണ്ടെന്നോർത്ത് ഞാൻ ഈ മറ്റേ വണ്ടി പണിത് ആ വിറകെടുത്ത് ഞാൻ മാറ്റിയിട്ടത്. ഈ കേസ് വന്നപ്പോൾ, അല്ലെങ്കിൽ ഈ 21 അല്ലെ സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ നേരത്തെ എന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോൾ ഞാൻ അല്ല ഈ GG സന്തോഷം എന്ന് പറയുന്ന നല്ല ഡെപ്യൂട്ടി റേഞ്ചിൽ പറയുന്ന കാര്യം അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. അതിന് മുന്നേ ആണെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ ഈ വേറൊരു വണ്ടി ഞാൻ പണിത് പറയില്ലെന്നറിയും. ആ വണ്ടിയോടെന്ന് പറയുന്ന ആളുടെ കിഡ്നി ആ 2 സൈക്കിളായിരുന്നു. ആൾക്ക് കിഡ്നി പോലും മാറ്റി വെക്കാൻ പറ്റാത്ത, എന്നോട് അനുബന്ധിച്ച് തന്നെ വേറെ എന്തോ രോഗം ഉണ്ടായിരുന്നു പുള്ളിക്ക്. അതുകൊണ്ട് മറ്റൊരാളുടെ കിഡ്നി പോലും സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ആഴ്ചയിൽ 2-3 ഡയാലിസിസ് ഉണ്ടായിരുന്നു. ആ വണ്ടി പണി തീർട്ട് വേണം ഇവനെ ആഴ്ചയിൽ ഡയാലിസിന്റെ കാര്യം ചെയ്യാൻ പോകാൻ വേണ്ടി. അതുകൊണ്ട് ഇവന്റെ വണ്ടിയുടെ കാര്യം ഞാൻ ആരോടും മിണ്ടിയില്ല, അല്ല ഇനി ആരോട്ടും മിണ്ടുപോയില്ല. എന്താ വെച്ചാൽ കഴിഞ്ഞൊരു 5 മാസക്കാലം മുന്നേ ആ വ്യക്തി പോയി, മരണപ്പെട്ടു പോയി. പിന്നെ അവന്റെ വണ്ടിയോ അവന്റെ പേരോ ഇതിന്റെ അകത്തൊന്നും ഞാൻ വലിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഉദ്ദേശം ഉണ്ടായിരുന്നു എനിക്ക് പണ്ടാകാമായിരുന്നു, എനിക്കില്ല. ഇങ്ങനെ സംഭവങ്ങൾ ഇല്ലാണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ അകത്ത് ഈ സാക്ഷിമൊഴി കൊടുത്തവരും കള്ള സാക്ഷി കൊടുത്തു.
എന്താ ഞാൻ മരം പിഴുതിരുന്ന കണ്ടു, കല്ല് പറിച്ചിരുന്ന കണ്ടു, മണ്ണ് പറിച്ചിരുന്ന കണ്ടു. ഈ കള്ളസാക്ഷിയുടെ പുറത്താണ് എന്റെ പേരിൽ ഈ ഫോറസ്റ്റുകാരെ കേസ് എടുത്തിരുന്നത്. പക്ഷെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതുള്ള കേസല്ല. ഇതിനകത്ത് ഇട്ടേക്കുന്ന സെക്ഷൻ വെച്ച് നോക്കുവാണെങ്കിൽ ഇല്ല, ഞാൻ അങ്ങനെ കുറ്റകൃത്യം ഞാൻ ചെയ്തിട്ടില്ല. ഇനി ഈ സാബെന്ന് പറഞ്ഞ സംഘടന അതിനകത്ത് അംഗങ്ങളും പിന്നെ നമ്മളെ ഇഷ്ടപ്പെടുന്നത് സ്നേഹിക്കുന്നത്, അതായത് ഇത്ര നാളെ വാർത്തയും കാര്യങ്ങളും വന്നിട്ട് ഞാനൊരു തെറ്റ് ചെയ്യുന്നതായിട്ടൊന്നും ആരും പറഞ്ഞിട്ടില്ല. തെറ്റ് ചെയ്താൽ പോലും സാറേ 500 രൂപയുടെ നാശനഷ്ടത്തിന് ഒരു ST സമുദായത്തിൽപ്പെട്ട ഒരു പയ്യനാമന്റെ ഒരു ഉപജീവന മാർഗമായി കൊണ്ടുകള് ഈ 500 രൂപ തെറ്റി ഇത് 11 മരങ്ങൾ വീഴും. അതായത് ഞാൻ അറിയാതെ ഇറങ്ങോ, ചിലപ്പോൾ ഞാൻ ഇവിടെ പറമ്പിൽ കയറി, അങ്ങനെ ആയിക്കോട്ടെ. അന്നാണ് സാർ 30 ലക്ഷം രൂപ വിലയുള്ളതെ മാസം 55,000 രൂപ CC അടയ്ക്കുന്ന ഒരു വണ്ടി സർക്കാരിൽ കണ്ടു കിട്ടുക എന്ന് പറയുമ്പോൾ ഈ മറ്റവന്റെ മനസ്സൊന്നും അവരുടെ വെള്ളം കുടിച്ചിട്ടാവും. ഞാൻ നിങ്ങളിപ്പോ പറഞ്ഞത് ഇത്രയൊക്കെ ആയിട്ട് ഇതിന്റെ ഈ കേസിനെ കുറിച്ച് എന്നെ വിളിച്ചോ, ഞാൻ ചെന്ന് കണ്ടോ, ഈ കേസോ കാര്യങ്ങളോ കണ്ട് ഇപ്പോഴത്തെ ഗവൺമെന്റിൽ എനിക്ക് ആ വണ്ടി വിട്ട് കിട്ടാനുള്ള എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും ചെയ്യുമെന്ന് എനിക്കൊരു 100% എനിക്ക് വിശ്വാസം. അജീഷിന്റെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലായിരുന്നു അജീഷ് അടുത്ത നിരാശയിലാണ്. അജീഷിന്റെ പ്രശ്നങ്ങൾ പൊതുസമൂഹം ഏറ്റെടുക്കേണ്ടതാണ്. റിസർവ് വനത്തിൽ കയറി മരങ്ങൾ വീഴുന്നു എന്നാണ് കേസ്. നൂറ്റാണ്ടുകളായി താമസിച്ചു വരുന്ന ഒരു പ്രദേശം എങ്ങനെയാണ് വനമാകുന്നത്, ഇതിന്റെ കഥകളും കഞ്ഞിക്കുഴി പ്രദേശം പൊതുവെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും കൂടി ഈ അജീഷിന്റെ കഥയ്ക്കൊപ്പം ചേർത്താൽ മാത്രമേ കഞ്ഞിക്കുഴിയുടെ ചിത്രം വ്യക്തമാകൂ. നേരിന്റെ അടുത്ത അധ്യായത്തിൽ അത്തരം വിഷയം കൂടി ചർച്ച ചെയ്യുന്നത്.